KPSSC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി, നാദാപുരം മണ്ഡലങ്ങളിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പരിഗണിക്കുന്നത്. ഉത്തര മലബാറിലെ സാമുദായിക സമവാക്യത്തിൽ മുല്ലപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്തേക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന കാലം തൊട്ട് ഇന്നുവരെ ഒരു ഘട്ടങ്ങളിലും എനിക്ക് സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചായിട്ട് ഒരു ഇലക്ഷനും കടന്നുപോയിട്ടില്ല. അല്ല, അങ്ങ് സന്നദ്ധനാണോ? മത്സരിക്കാൻ സന്നദ്ധനാണോ? ഞാൻ എല്ലാ കാലത്തും സന്നദ്ധരായിരുന്നല്ലോ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വെറുതെ പറഞ്ഞു പോയതല്ല ഈ വാക്കുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കൂടി രംഗത്തിറക്കണമെന്ന ചർച്ച കോൺഗ്രസിൽ സജീവമാണ്. നേതൃത്വത്തിലെ അനൗദ്യോഗിക ആശയവിനിമയത്തിന് തുടർച്ചയായി മത്സരസന്നദ്ധ അറിയിക്കുകയായിരുന്നു മുല്ലപ്പള്ളി. ഉത്തര മലബാറിലെ തീയ വിഭാഗങ്ങളുടെ വോട്ട് ആകർഷിക്കുന്നതിന് ഇപ്പോഴും കഴിയുന്ന നേതാവാണ് മുല്ലപ്പള്ളി എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. CPM കോട്ടകളായിരുന്ന കണ്ണൂർ, വടകര മണ്ഡലങ്ങളിൽ നിന്നാണ് 7 തവണ മുല്ലപ്പള്ളി വിജയിച്ച് MP ആയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ്. ഓരോ ജില്ലകളിലും വിജയിക്കുന്നതിനാവശ്യമായ സമവാക്യങ്ങളും സ്ഥാനാർത്ഥികളും ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം അത്തരം ആലോചനകളുടെ ഭാഗമെന്നാണ് സൂചന. മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, കോഴിക്കോട്.